ഞാൻ സ്ഥിരം ലോറിയിൽ ഇങ്ങനെ പോയി ഭക്ഷണം കഴിച്ചേ വീട്ടിൽ വരുമ്പോൾ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വെച്ചപ്പോൾ ഞങ്ങളൊരു ബീഫ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയിലാട്ടോ, പിന്നെ മുളകും മല്ലിയും പെരിഞ്ചീരവും ഒക്കെ കൂടെ പൊടിച്ചതാണിത്. ഒരു 1.5 കിലോ ബീഫുണ്ട്. ഇത്രയും സാധനം ഉണ്ട്. പിന്നെ അപ്പം നമ്മൾ കുക്കിങ് തുടങ്ങാൻ പോവാ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. അതങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി തേങ്ങ വറുക്കും. തേങ്ങ മൂത്ത് കഴിഞ്ഞാൽ ഉടനെ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടും. അപ്പം അത് കോരി എടുക്കണ്ട, അതിന് തന്നെ കിടന്ന് മൂത്തോളും. പച്ചമുളകും ചെറിയ ഉള്ളി ആട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്ന, ഉപ്പും ഇട്ട് ഇതിനി അങ്ങോട്ട് അടച്ചു വെച്ചാൽ വേഗം മൂക്കും. ഒന്ന് വഴലണം. ഞാൻ അതിനകത്തോട്ട് 2 തണ്ട് കരിവേപ്പില ഇടുക. കരിയാപ്പ് ഇട്ടു. കരിയാപ്പില ഇട്ടിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ സംഭവം ഉഷാറാവും. വറുത്ത് വെച്ച പൊടിയൊക്കെ ചേർത്തിപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു ഒക്കെ കൂടെ, പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക. വേറെ മസാലയൊന്നും ഞാൻ ചേർക്കലില്ല. ഒക്കെ ഹോം മെയ്ഡാണ്. ഇതിങ്ങനെ ഇട്ടൊന്ന് ചുമന്ന കളറ് ആകുവോളം ഇടും. പിന്നെ ഇത് കുറച്ചിടും, ഗരം മസാല. ഇതിനകത്താകുമ്പോൾ എല്ലാം ഉണ്ട്. ഇതൊരു സ്പൂണ്, ടേബിൾ സ്പൂണിന് 1 സ്പൂണേ ഇടുള്ളൂ. ബീഫ് ഇടുക. ശരിക്കും അങ്ങോട്ട് ഇളക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കരുത്, അപ്പോഴേ ബീഫ് ശരിയാവുള്ളൂ. ഈ കഴുകിയപ്പോൾ തന്നെ അതിനകത്ത് വെള്ളം പിടിച്ചിട്ടുണ്ടാവും ബീഫിൽ. ആ വെള്ളത്തിൽ ബീഫിനെ വേവിക്കണം. അല്ലാതെ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. നല്ലോണം ഇളക്കി
നല്ല ഭംഗിയായിട്ട് ഇളക്കുക. എന്നിട്ട് അടുപ്പയിൽ ചെറിയൊരു ചൂടിൽ അങ്ങനെ വെക്കുക. എന്നിട്ട് അടച്ചും വെക്കുക. തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഇത്രയും വെള്ളമായി, ഇറച്ചിക്കകത്തുള്ള വെള്ളമാണ്. ഇങ്ങനെയാണ്. എന്നാലേ ഇറച്ചി വേഗമുള്ളൂ, ഇറച്ചിക്ക് രുചിയും കിട്ടുള്ളൂ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ ചുവയുണ്ടാവും. ഇനി ഇത് വെന്ത് വരാൻ 2 മണിക്കൂർ എടുക്കും. എന്നുവെച്ചാൽ വെന്ത് വരാനല്ല, വരട്ടിയെടുക്കാൻ. ബീഫ് ഫ്രൈ ശരിയായി. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കരട്ടാം. ഇതിപ്പം പറ്റ ഉണങ്ങി. കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്.